നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം മകം നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി മുൻജന്മത്തിൽ ആരായിരുന്നു എന്നാണ്. അപ്പോൾ അത് ഈ വീഡിയോ ഞാനിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പറയണല്ല. ചിലവർ കമന്റ് ഇടുന്നുണ്ട്, വീഡിയോ ഇങ്ങനെ കുറച്ച് പോയതിനു ശേഷമാണ് കാര്യം പറയുന്നത്. അവരാരായിരുന്നു എന്ന് പറയുന്നത് വീഡിയോ കുറെ പോയതിനു ശേഷം എന്നാണ് ചിലവർ ആദ്യം പറയുന്നത്. പക്ഷേ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെറുതെ ഒരാളെ മുൻജന്മത്തിൽ ഇന്ന ആളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിശ്വാസ്യത വേണ്ടേ. അപ്പൊ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരാളുടെ മുൻജന്മ കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ട് എങ്ങനെയാണ് ചിന്തിക്കാമെന്ന് അതൊന്ന് വിവരിച്ചതിന് ശേഷമല്ലേ ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മകം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? മകം നക്ഷത്രക്കാർ ഇവരുടെ പൂർവജന്മ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇതെല്ലാവർക്കും ഫലിച്ചെന്ന് വരില്ല. കാരണം ഓരോരുത്തരും ഓരോരോ ജന്മ സമയത്താണ് ഓരോരുത്തരും ജനിക്കുന്നത്. അതിന് ലഗ്നം എന്ന് പറയും. അപ്പൊ പലരും പല ലഗ്നത്തിൽ ജനിക്കുന്നവരാണ്. അപ്പൊ അത് അവരുടെ ജാതകമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയാൽ മാത്രമേ ഇതിനൊരു പൂർണ്ണത വരികയുള്ളൂ. ഇതൊരു കോമൺ ആയിട്ട് പറയുന്ന കാര്യമായിട്ട് കണ്ടാൽ മതി. അതായത് ഓരോ നക്ഷത്രക്കാരും കോമൺ ആയിട്ട്, അതായത് സാമാന്യമായിട്ട് ഓരോ നക്ഷത്രക്കാരും കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ളൊരു സാമാന്യ ഫലം, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജന്മ സമയം വെച്ച് നോക്കണം. എന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെ ഭാവങ്ങൾ വ്യത്യാസം വരും. അതുകൊണ്ടാണ്. അപ്പോ ഈ വീഡിയോ കാണുന്നവര് വിശ്വാസികളായിരിക്കണം എന്നൊരു ഇതുണ്ട് എനിക്ക്. കാരണം അവിശ്വാസികൾ ഇത് കാണണ്ട. ഞാനിത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിട്ട് ചിലര് ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഇത് പറയുന്നത്. അപ്പൊ ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവ്വജന്മ വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഞാനായിട്ട് പറയുന്നതല്ല, ഇത് പണ്ട് മുതലേ ഉണ്ട്. നല്ല വിധത്തില് കാര്യങ്ങൾ അറിയാവുന്ന ഒരു ജ്യോതിഷന് ഒരാളുടെ ഇത് കിട്ടിയാൽ, ഗ്രഹനില കിട്ടിയാൽ, ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു ആ ജ്യോതിഷന് പറഞ്ഞു തരാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് അത് പറയുന്നത് ആ ജ്യോതിഷൻ? അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടുപിടിക്കുന്നത് ഒരാളുടെ 5ാം ഭാവം കൊണ്ടും 9ാം ഭാവം കൊണ്ടും 12ാം ഭാവം കൊണ്ടുമാണ് ഒരാളുടെ പൂർവ്വജന്മ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ 5ാം ഭാവം എന്ന് പറഞ്ഞാൽ അത് പൂർവ്വ പുണ്യഭാവമാണ് 5ാം ഭാവം. അതേപോലെ തന്നെയാണ് ഈ 9ാം ഭാവം. അതുപോലെ തന്നെ 12ാം ഭാവം മോക്ഷത്തിന്റെ ഭാവമാണ്. അപ്പൊ മോക്ഷത്തിന്റെ ഭാവം കൊണ്ടും അങ്ങനെ 5, 9 ഭാവം കൊണ്ട് അല്ല 12 ഭാവം കൊണ്ട് ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയാം. അപ്പൊ ഇതൊരു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതൊരു സാമാന്യ ഫലമായി നിങ്ങൾ കണ്ടാൽ മതി. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം. എന്നാൽ പൂർണ്ണമായി കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേഴത്തിന്റെയും കേതുവിന്റെയും സ്ഥാനങ്ങൾ കൂടി ഒന്ന് നോക്കണം. എന്നാലേ അത് കൃത്യത വരികയുള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. എന്നാലും മാത്രമേ നിങ്ങൾക്കിത് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. അതുകൂടാതെ ഈ വീഡിയോ, എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നവര് ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം എന്റെ ഇനി വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഇതൊന്ന് അയച്ചു കൊടുത്താൽ അവർക്കും അവരുടെ പൂർവ്വജന്മ വിശേഷങ്ങൾ അവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ മകം നക്ഷത്രക്കാർ, ഞാൻ കാര്യത്തിലേക്ക് പെട്ടെന്ന് കിടക്കുകയാണ്. ഞാൻ കുറച്ച് സമയം എടുത്തെങ്കിലും നക്ഷത്ര മണ്ഡപത്തിലെ ഏറ്റവും നല്ല ഗമയുള്ള നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അത് മകം നക്ഷത്രക്കാരാണ്. ഇവരുടെ ഈ മകം നക്ഷത്രക്കാർക്ക് പിതൃക്കൾ ദേവനായിട്ടുള്ള നക്ഷത്രമാണ് ഇവരുടെ. അതിന്റെ അധിപൻ ആരാണ്? കേതുവാണ്.
ചിങ്ങൻ രാശിയിലാണ് ഈ നക്ഷത്രം വരുന്നത്. ഈ മകൻ നക്ഷത്രം ചിങ്ങൻ രാശിയിലാണ്. അപ്പൊ ചിങ്ങൻ രാശിയിൽ ഇവർ മുൻജന്മത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ഈ മകൻ നക്ഷത്രക്കാർ മുൻജന്മത്തിൽ വളരെ ഉയർന്ന അധികാര സ്ഥാനത്ത് ഇരുന്നവരാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ വളരെ ഉയർന്ന അധികാര സ്ഥാനത്ത് ഇരുന്നവരാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, അതായത് 5ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഈ 5ാം ഭാവം വേടത്തിന്റെ രാശിയാണ്. അത് ധനുരാശിയാണ്. ചിങ്ങൻ രാശിയുടെ 5ാം ഭാവം. ഇവര് ചിങ്ങൻ രാശിയിലാണല്ലോ ജനിച്ചത്. അപ്പോ ചിങ്ങൻ രാശിയുടെ 5ാം ഭാവം എന്ന് പറഞ്ഞാൽ അത് ധനുരാശി. അപ്പൊ ധനുരാശിയുടെ 5ാം ഭാവം വേടത്തിന്റെ രാശിയാണ്, ധനുരാശിയാണ്. 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ യുദ്ധവീരന്മാരോ പടയാളികളോ യുദ്ധ ക്യാമ്പിലെ അന്തേവാസികളോ ആയിരിക്കാം. ഇവരൊരു പടയാളികളാകാൻ, അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടവരായിരുന്നു ഇവര്. അത് തന്നെയാണ് ഇവിടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാലും കിട്ടുന്നത്. അതായത് ഇവര് യോദ്ധാക്കൾ, അതായത് അധികാരമുള്ളവര്, പടയാളികൾ, അല്ലെങ്കിൽ പട്ടാള ക്യാമ്പിലെ അന്തേവാസികൾ, ഇതൊക്കെയാണ് ഇവരുടെ 5ാം ഭാവം കൊണ്ട് ഇവര് ചിന്തിച്ചാൽ ഇവര് ഇന്നവരായിരുന്നു എന്ന് പറയാം. ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ അത് മേടൻ രാശിയാണ്. 9ാം ഭാവം ആരുടെ? ഈ ചിങ്ങക്കൂറുകാരുടെ, ഈ മകൻ നക്ഷത്രക്കാരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ അത് മേടൻ രാശിയാണ്. ഇത് ചൊവ്വയുടെ രാശിയാണ്. ഈ ചൊവ്വ ആരാണ്? ചൊവ്വ ഗ്രഹങ്ങളുടെ സൈന്യാധിപനാണ്. കണ്ട കാര്യങ്ങൾ തന്നെ കണ്ടില്ലേ? അതാണ് ഗ്രഹങ്ങളുടെ സൈന്യാധിപനാണ് ചൊവ്വ. ആ ചൊവ്വയുടെ രാശി 9ാം രാശി ചൊവ്വയുടെ രാശിയാണ്. അപ്പൊ ഈ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ പിതൃക്കളുടെ അനുഗ്രഹം ഇവർക്ക് പൂർണ്ണമായും ഉള്ളവരായിരുന്നു വേണമെങ്കിൽ പറയാം. ഇത് പിതൃക്കളിലാണല്ലോ ഇവരെ ദേവൻ, അല്ലേ? അതുകൂടാതെ അധികാരസ്ഥാനങ്ങളിൽ എത്തിയപ്പെട്ടവരാണ് ഇവര്. വേടത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുമ്പോഴും ചൊവ്വ ഗ്രഹങ്ങളുടെ സൈന്യാധിപനാണ്. അപ്പൊ അതും കൂടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധനുരാശിയിൽ വരുന്ന ഇവര് 5ാം ഭാവം യോദ്ധാക്കളാണെന്ന് പറഞ്ഞത്. അതുകൂടാതെ 9ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോഴും ഇവർ പൂർണ്ണമായിട്ടും ഒരു കുടുംബത്തിന്റെ പേരും പെരുമയും ലോകമെങ്ങും എത്തിപ്പെടാൻ സഹായിച്ചിട്ടുള്ള ആൾക്കാരും കൂടിയാണ്, അല്ലെ? ഇവര് യോദ്ധാക്കളാവുമ്പോ യോദ്ധാക്കളെ സംബന്ധിച്ച് ആ കുടുംബത്തിന് ഒരു പേരും പെരുമയും ഉണ്ടാവും, ഇല്ലേ? കഴിഞ്ഞ ജന്മത്തിൽ ഇവര് ഇങ്ങനെയുള്ളവരായിരിക്കാം. അതുകൂടാതെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ഇവർ കുടുംബത്തോടും ബന്ധുക്കളോടും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരായി ചിന്തിക്കാം. അതും ഇവര് പട്ടാളത്തിലോ അല്ലെങ്കിൽ അതേപോലെ മറ്റ് യുദ്ധ ക്യാമ്പിലോ ഒക്കെ പ്രവർത്തിച്ചിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് റിട്ടയർമെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ അവസാന കാലത്ത് അവർ കുടുംബത്തോടൊപ്പം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചിരുന്നവരാണ്. അവർ കുടുംബ അംഗങ്ങളോടൊപ്പം, കുടുംബത്തിലെ ബന്ധുക്കളോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ ചേർന്ന് ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് വേണം 12ാം ഭാവം കൊണ്ട് കാണാൻ, ഇല്ലേ? അപ്പൊ കറക്റ്റല്ലേ നമ്മ പറഞ്ഞു തന്നെ. ഓരോ കാര്യങ്ങളും അതോട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പറയുന്നതെല്ലാം കറക്റ്റായിരിക്കും. അപ്പോ കുടുംബമായിട്ട് ഇവരുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ ജന്മത്തെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഒരു കുടുംബമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് ചിന്തിക്കാം. അപ്പൊ ജ്യോതിഷ ചിന്ത വെച്ച് ഇങ്ങനെയെല്ലാം നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഇവര് അധികാര സ്ഥാനത്തിരുന്നവരോ അല്ലെങ്കിൽ നല്ല യുദ്ധ പോരാളികളോ അല്ലെങ്കിൽ
എല്ലാവരാലും ആദരിക്കപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ തന്നെ നേതൃത്വം ഏറ്റെടുത്തവരോ ആയിരിക്കാൻ സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ മകം നക്ഷത്രക്കാർ ഇങ്ങനെയെല്ലാം ആയിരിക്കും. അപ്പൊ മുൻജന്മത്തിൽ അധികാരവും പദവിയും അനുഭവിച്ചവരായതുകൊണ്ട് ഈ ജന്മത്തിലും മറ്റൊരാളുടെ മുൻപിൽ തലകുനിക്കാൻ ഈ മകം നക്ഷത്രക്കാർക്ക് കഴിയില്ല. അവരത് ചെയ്യില്ല. ആരുടെയും കാല് പിടിക്കാൻ പോകാൻ അവർ തയ്യാറാവില്ല ഈ ജന്മത്തിലും. അപ്പൊ കഴിഞ്ഞ ജന്മത്തിന്റെ അതേ സ്വഭാവം ഈ ജന്മത്തിലും അവർ കാത്തു സൂക്ഷിച്ച് മുന്നോട്ടു പോകുന്നവരാണ് ഈ മകം നക്ഷത്രക്കാർ. പിതൃക്കൾക്ക് ബലിതർപ്പണം നൽകിയാൽ വലിയ രീതിയിൽ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യും. ഇവർ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണമൊക്കെ നടത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇവർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് അതുവഴി കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.